ഹായ് 365 ദിവസവും പണിയെടുക്കേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ടൈലേഴ്സ് കേട്ടോ. കാരണം എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാലോ ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും എല്ലാ വർക്കുകളുടെ ഇടയിലും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പരമാവധി നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് 2 കുഞ്ഞു മക്കളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി അതിനോടൊപ്പം തന്നെ ഷോപ്പിലെ വർക്കുകളും എല്ലാം കൂടെ തീർക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും നമുക്ക് ടെൻഷനാണ്. കാരണം ഷോപ്പിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സ് വാങ്ങിച്ച് വെച്ചിട്ട് അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ടെൻഷൻ. എത്രയോ പേർക്ക് തലേദിവസം കൊണ്ടുവന്നിട്ട് പോലും അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നു. പക്ഷേ നമുക്കൊരു സാഹചര്യം വരുമ്പം നമ്മളോട് നേരെ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അർജൻറ്റാണ്, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അത് വാങ്ങിക്കാതെ പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. 1-2 വർഷമായിട്ട് നമ്മുടെ ഷോപ്പിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ചില സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകൾ കേട്ടോ. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലർ രാവിലെ കൊണ്ടുവന്ന് വൈകുന്നേരം തുണി സ്റ്റിച്ച് ചെയ്ത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വർക്കെല്ലാം മാറ്റി വെച്ചിട്ട് അവരുടെ അത്യാവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ തിരിച്ചൊരു സാഹചര്യം വരുമ്പം നമ്മളെ മനസ്സിലാക്കാൻ ആരും ഉണ്ടാവത്തില്ല. ഇപ്പം ഇത് പറയാൻ കാരണം അങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. പക്ഷേ എന്നാലും കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ, നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനമാണുള്ളത്.